ഹലോ നമസ്കാരം. എല്ലാവർക്കും മനോഹരമായ ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു ഫ്രൈഡേ വ്ളോഗുമായിട്ട്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് എത്രയോ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വെറുതെ ഒരു ലോങ് ഡ്രൈവിന് വേണ്ടി പോയി. അപ്പോൾ അതിൽ എടുത്ത കുറച്ച് ഫുട്ടേജസൊക്കെ ഒന്ന് കോർത്ത് ഒരു മാല പോലെ ആക്കി ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം മാർച്ച് മിഡിന് ശേഷം നമുക്കറിയാലോ, ലോക്ക്ഡൗൺ ആരംഭിച്ചതോടുകൂടി കാറും നമ്മളും തമ്മിലുള്ള ബന്ധമൊക്കെ പോയി. ആക്ച്വലി ഞാൻ ഒരിക്കലൊരു വാട്സാപ്പിലൊരു മെസ്സേജ് കണ്ടിരുന്നു, നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ വാഷിംഗ് മെഷീൻ ഇസ് ലൈക്ക്, ഈ മനുഷ്യരെന്താ വൃത്തിയുള്ള തുണിയൊന്നും ഇപ്പോൾ ഇടുന്നില്ല, കാരണം എപ്പോഴും വീട്ടിലിടുന്ന ഡ്രസ്സാണല്ലോ അലക്കാനായിട്ട് വരുന്നത്. ഫ്രിഡ്ജ് വിചാരിക്കുന്നത് എനിക്കൊരു വിശ്രമമില്ലല്ലോ, ഏത് നേരം എന്നെ തുറക്കടക്കുകയാണല്ലോ. അപ്പോൾ കാറ് ലൈക്ക് വാട്ട് ഡിഡ് ഐ ഡു ടു ഒഫൻഡ് ദം, അവരെന്താണ് ഇപ്പം എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു രസകരമായൊരു മെസ്സേജ് കണ്ടിരുന്നു. സത്യത്തിൽ അതാണ് അവസ്ഥ, കാറിലോട്ട് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും കുറേ നാളായി കുട്ടികളെ സംബന്ധിച്ച് അവർ പുറം ലോകം കണ്ടിട്ട് ഒരുപാട് മാസങ്ങളായി. അപ്പം നമ്മളോർത്ത് പുറത്ത് വേറെ ഇൻറ്ററാക്ഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് കാറിൽ ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരം എവിടെയെങ്കിലും പോയി അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പേസിലൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചു പോരാം. അത്ര ഒരു ചെറിയ പ്ലാനായിട്ട് ഒരു ഈവനിങ്ങിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു ഡിസിഷനായിരുന്നു. അപ്പോൾ വേറെ വലിയ പ്ലാനിങ്സ് ഒന്നുമില്ല, പോണ വഴിക്ക് എന്താണോ അവിടെ ഉള്ളത് ആ വഴി പോവാം, അത്ര ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പോവുകയാണല്ലോ, അപ്പോൾ അതിനൊരു കുഞ്ഞ് പിക്നിക് പോലെ ആക്കാം എന്നുള്ളൊരു പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. അപ്പം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞെടുക്കുമായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന നാരങ്ങ വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസെന്നോ ലെമണേഡെന്നോ ഒക്കെ വിളിക്കാം. സ്റ്റൈലായിട്ട് പറയുമ്പോൾ ലെമണേഡ് എന്ന് പറയാം, സാധാരണ നിലയ്ക്ക് പറയുമ്പോൾ നാരങ്ങ വെള്ളം എന്ന് പറയാം. ആ സംഭവമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ കുറച്ചുണ്ടാക്കി. വെറുതെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വല്ല ഫ്രൂട്ടി അങ്ങനെയൊക്കെ വാങ്ങാം, പക്ഷെ അത് വേണ്ട, എന്തായാലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ എവിടെയെങ്കിലും കുറച്ചൊരു ഓപ്പണായ സ്പേസിനെങ്കിൽ നമുക്ക് അവിടെ കാറ് നിർത്തി ഇറങ്ങിയിട്ട് ഒരു 4 മണിക്ക് ചായ കഴിക്കുന്നതിന് പകരം കുറച്ച് ജ്യൂസും എന്തെങ്കിലും സ്നാക്സും, അതായിരുന്നു ഉദ്ദേശം. എന്തായാലും സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, കാരണം നമ്മളൊരു ഡ്രൈവ് പോകുന്നത് ഒരു സൺഡേ ഈവനിങ് ആണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഡ്രൈവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാനാണ്. പിന്നെ അതിനു മുന്നേ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പണിക്ക് വേണ്ടി കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് വലിയ റിലാക്സിങ് ആവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാം ഓൺ ദ വേ എന്നുള്ള പ്ലാനിലാണ്. അങ്ങനെയാണ് നമ്മൾ പുറപ്പെടുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇത് കോലാറിലോട്ട് പോകുന്ന വഴിയാണ്. കോലാർ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, KGF എന്നൊക്കെ പറയുന്ന കോലാർ ഗോൾഡ് ഫീൽഡ്സ്, ഗോൾഡ് മൈൻസ് ഉള്ള സ്ഥലമാണ്. സ്വർണ്ണഖനിയിൽ സ്വർണ്ണമൊക്കെ കുഴിച്ചെടുത്തിരുന്ന സ്ഥലമാണ് പണ്ടൊരു കാലത്ത്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അതുപോലെ തിരുപ്പതി ടെമ്പിൾ കേട്ടിട്ടില്ലേ, ബാലാജി ക്ഷേത്രം, അതിലേക്കൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന റൂട്ടാണത്. അപ്പോൾ അതിലൂടെ വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് നമ്മൾ. വലിയ കാഴ്ചകൾ കാണാൻ മാത്രമൊന്നുമില്ല, സാധാരണ റോഡാണ്. പക്ഷെ നമ്മൾ റോഡ് കാണുന്നത് കുറേ കാലത്തിന് ശേഷമാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിന്തിച്ചെന്താ വെച്ചാൽ ഒരു സൺഡേ ഈവനിങ് കാര്യമായിട്ട് ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല, നമുക്കങ്ങ് സുഖമായിട്ട് പോവാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ലോക്ക്ഡൗണും അടച്ചിരിക്കലൊന്നും അല്ല, അതൊക്കെ കഴിഞ്ഞല്ലോ. ലോക്ക്ഡൗൺ കഴിഞ്ഞല്ലോ, ഇപ്പം ഓപ്പണിംഗ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. 4.0 അല്ലേ ഇപ്പം. അപ്പോൾ അത് ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലെനിക്ക് തെറ്റൊന്നും തോന്നിയില്ല, കാരണം ആളുകൾക്ക് ജീവിക്കണം. ഇനി എല്ലാം അടച്ചിരുന്നത് കൊണ്ട് മനുഷ്യന് മുന്നോട്ട് ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത അവസ്ഥയിൽ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഓപ്പൺ ചെയ്യണം. പക്ഷേ ആ എടുക്കേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസ് ഒന്നും കാര്യമായിട്ട് ആരും ചെയ്യുന്നതായിട്ട് കണ്ടില്ല എന്നുള്ളതാണ്. ഓൺ ദ വേ കണ്ടവർക്ക് ആർക്കും ഒരു മാസ്ക് പോലും കണ്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്കറിയില്ല, എന്താണ് ആളുകൾക്ക് അവെയർനെസ് കുറവാണോ, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാവും എനിക്ക് പിന്നെ തോന്നുന്നു. കാരണം നമ്മുടെ സ്വന്തം തല രക്ഷിക്കാൻ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി പോലീസ് പിടിച്ച് അടിച്ച് ഫൈൻ അടപ്പിച്ചാൽ പോലും സ്വന്തം തല രക്ഷിക്കാൻ ഹെൽമെറ്റ് വെക്കാത്ത ആൾക്കാരാണല്ലോ നമ്മൾ. എനിവേ ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ബാംഗ്ലൂരിൽ പ്രൈവറ്റ് ബസ്സുകളില്ല, ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ബസ്സുകളാണ് ഇവിടെ ഓടുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ലൈക്ക് KSRTC ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടെ BMTC എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യാമറാമാൻമാർ 2 പേരും പിള്ളേരാണ്. അപ്പോൾ അവർ കുറച്ച് സമയം ഒരാൾ ഒരു സൈഡ് ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് മറ്റേ ഉള്ള ചാൻസ് കൊടുക്കും. അപ്പം മറ്റേ മറ്റേ സൈഡ് ഷൂട്ട് ചെയ്യും. പിന്നെ അവർ പുറകിലേക്ക് തിരിഞ്ഞിട്ട് ബാക്ക് വിൻഡോ ഗ്ലാസ്സിലൂടെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ ഈ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം കാറ് മുന്നോട്ട് പോകുന്നതായിട്ടും പിന്നെ കാറ് പിന്നോട്ട് പോകുന്നതായിട്ടൊക്കെ തോന്നും. അത് നമ്മുടെ ക്യാമറാമാൻ
മാരുടെ ടെക്നിക്കൽ സ്കിൽസിൻ്റെ ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അറൗണ്ട് ഒരു 40 കിലോമീറ്ററോളം ഞങ്ങൾ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ കുറച്ച് സമോസ ലൈക്ക് ഒരു രാജസ്ഥാനി ഷോപ്പിൽ നിന്ന് കുറച്ച് അവർ അപ്പം തന്നെ ചൂടോടെ ഫ്രൈ ചെയ്തെടുക്കുന്ന അവരുടെ സമോസയുണ്ട്, അതും പിന്നെ മറ്റേ ഹോട്ട് ജലേബി, നമ്മുടെ ജിലേബി പോലെയല്ല, നോർത്ത് ഇന്ത്യൻസിനൊരു അവർ ജലേബി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതും ഇതുമാതിരി ചൂടോടെ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് സ്നാക്കായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇരിക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിക്കണം എന്നുള്ളൊരു ലക്ഷ്യം എല്ലാവർക്കും ഉണ്ടായി. ഞങ്ങളൊരു 4 മണിക്കാണ് ഇറങ്ങിയത്, അപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നല്ല സ്ഥലങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളും തണലും ഒക്കെ ഉള്ളൊരു റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്, നമുക്കൊന്ന് നിർത്തി ഇറങ്ങാവുന്ന രീതിയിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാറുകൾ നിർത്തി ആളുകൾ ഇറങ്ങുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ. ലോങ് ഡ്രൈവിന് പോകുന്ന ആൾക്കാർ കാറ് സൈഡാക്കിയിട്ട് ഇറങ്ങുന്നത് നമുക്കറിയാലോ. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. ആൾക്കാർ അവരുടെ പല കാര്യസാധ്യങ്ങൾക്കും വേണ്ടിയാണ് അവിടെയൊക്കെ നിർത്തി വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറേ ദൂരം ഇപ്പോൾ സങ്കടം തോന്നി, കാരണം നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്കൊന്ന് പുറത്തിറങ്ങി വെറുതെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിവർത്തിയില്ല, നമ്മുടെ അത്യാവശ്യങ്ങൾ സാധിക്കാനുള്ള സ്ഥലങ്ങളായി അതൊക്കെ മാറിയിരിക്കുകയാണ്. അതുപോലെ കുറേ നല്ല ഭംഗിയുള്ള റോക്സ് ഉണ്ടായിരുന്നു, മൗണ്ടൻ എന്ന് പറയാം, പിന്നെ ഈ പാറക്കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചില സ്ഥലത്തൊക്കെ പിള്ളേർ ഇറങ്ങി അവരതിൻ്റെ മേലെ കയറാനൊക്കെ നോക്കി. അപ്പോൾ അതൊരു ചേഞ്ച് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ പിന്നെ അങ്ങനെ എല്ലാ സമയവും ഇരുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നില്ല, കാരണം ബേസിക്കലി നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയല്ലേ പോകുന്നത്. ഫാമിലി ഒരുമിച്ച് നമ്മൾ പുറത്ത് പോകുന്നത് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ ഫുൾ ടൈം ഞാൻ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ പാറക്കൂട്ടങ്ങളോട് ചേർന്ന് തന്നെ ഒരു നല്ലൊരു ലേക്ക് ഉണ്ടായിരുന്നു. ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത വെള്ളമായിരുന്നു. കാരണം ബാംഗ്ലൂർ ലേക്സ് ഒരുപാട് ഉണ്ടെങ്കിലും പല ലേക്കുകളിലെ സിറ്റുവേഷൻ ഭയങ്കര പത്തറ്റിക്കാണ്. വളരെ ഫേമസ് ആയിട്ട് ഒരു സംഭവം ഈ കഴിഞ്ഞൊരു 1-2 വർഷങ്ങളിൽ നടന്ന ഒരു ലേക്കിൻ്റെ ഉള്ളിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും മാത്രം മാലിന്യങ്ങൾ വന്ന് നിറഞ്ഞിട്ട് അതിൽ നിന്നുള്ള എന്തൊക്കെയോ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം തീ വരികയോ പുക വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭയങ്കര ചില ലേക്കുകളിലേക്ക് അതിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ അടച്ചിട്ടാൽ പോലും ഭയങ്കരമായൊരു ദുർഗന്ധം വരുന്ന തരത്തിലുള്ള ലേക്കുകൾ ഞാനിവിടെ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പെർഫെക്റ്റ്ലി നല്ല വെള്ളം ഉള്ളൊരു ലേക്കായിരുന്നു. അതിന് ഒരു തരത്തിലുള്ള കമേഴ്ഷ്യലൈസേഷൻ അവിടെ നടന്നിട്ടില്ല. സാധാരണ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വേറെ ഒന്നുമില്ല. കുറച്ച് ആളുകൾ മറ്റേ ഈ കൊട്ടവെള്ളം, എനിക്കറിയില്ല അതിനെ കൊട്ടവെള്ളം എന്നാണോ പറയാവുന്നത്, 2 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന വെള്ളം, ഒരു ലൈക്ക് വിച്ച് ലുക്സ് ലൈക്ക് ഒരു കടായി പോലെയൊക്കെ തോന്നുന്ന ഒരു പാത്രം പോലെ ഇരിക്കുന്ന ഒരു ഇത്, അതിലിരുന്നിട്ട് മറ്റേ വല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അതല്ലാതെ വേറെ ഒന്നും അവിടെ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൊണ്ടാണെന്ന് തോന്നുന്നു ആ സ്ഥലം ഇത്തിരി വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന് അത്യാവശ്യം ഒരു മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കെട്ടി നിൽക്കുന്നൊരു വെള്ളമായിരുന്നില്ല അത്. ഞാൻ ഈ കൊട്ടവള്ളം, വല, മീൻപിടുത്തം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിലും ഇതൊക്കെ കാണിച്ചു തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് റെക്കോർഡ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വ്ളോഗിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ ഇനിയും എൻ്റെ ജീവിതം ബാക്കി. മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ. പക്ഷേ ഞാൻ ഇമ്പ്രൂവായി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് പറയണം ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ളത്. എൻ്റെ ഇപ്പോൾ 2 വ്ളോഗ്സ് നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പറയണം ബെറ്റർ ആയിട്ടുണ്ടോ എന്ന്. ചെറുതായി ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി, ഞാൻ നന്നായിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു വിശാലമായൊരു പുൽമൈതാനം എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി
നമ്മളൊരു ചെറിയ പായൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ട് ഞങ്ങളിവിടെ ഇരുന്ന് സ്നാക്സ് കഴിച്ചു, ലെമൺ ജ്യൂസ് കുടിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു 6 മണിയോടൊക്കെ അടുത്ത സമയം, 5:30 കഴിഞ്ഞു. അപ്പോൾ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ടുള്ള കുറേ ആൾക്കാർ, അത് അങ്ങോട്ട് ഉള്ളിലോട്ട് ഒരു മലം പ്രദേശമാണ്. അവിടെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം അവർ തിരിച്ചു കൊണ്ടുവരുന്ന കുറേ ആൾക്കാർ, കുറേ സെറ്റ് ഓഫ് എരുമകളും പശുക്കളും ആടുകളും ഒക്കെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു വലിയ കാഴ്ചയായിരുന്നു. കാരണം അവരങ്ങനെയൊന്നും ഇങ്ങനെയുള്ളൊരു ലോക്കൽ സ്ഥലത്ത് ഇങ്ങനെ പശുവിനെ മേയ്ക്കാൻ പോകുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കിതൊരു നല്ലൊരു ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു. ഇതിലേക്ക് പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ഫണ്ണായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ കുറേ വഴി നടന്നപ്പോൾ വലിയൊരു ചിതൽപുറ്റിന് ആൻഡ് ഹിൽ എന്നല്ലേ പറയുക, ചിതൽപുറ്റ് ഉണ്ടായിരുന്നത്. അതവിടെ ഉണ്ടായിരുന്നല്ലോ. കുറേ പല തരത്തിലുള്ള ഉറുമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റിയിലുള്ള ഉറുമ്പുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, വലിയ ആനക്കാരായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. നമ്മുടെ ഒരു കുഞ്ഞു യാത്ര, ഒരു ഡ്രൈവ് എന്ന് തന്നെ ഇതിൽ പറയാനുള്ളൂ. ഇതിലിപ്പോൾ എന്താ കാണാമെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ. പക്ഷേ ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഒരു എനർജി കിട്ടിയൊരു ഫീൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. നമ്മളൊന്നൊരു പുറം ലോകത്തൊക്കെ ഒന്ന് ഭൂമിയിലൊക്കെ കാലുറപ്പിച്ചൊന്ന് നടന്നിട്ട് കുറേ നാളായി എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. കുട്ടികൾ പുറത്തിറങ്ങിയിട്ടേ ഇല്ല മാർച്ചിന് ശേഷം. അങ്ങനെ എല്ലാം കണ്ട് സ്നാക്സൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് മലയുടെ മേലൊക്കെ പിടച്ച് കയറി ഉരുണ്ടൊക്കെ താഴോട്ട് പോകുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടു. അപ്പോൾ റിട്ടേൺ ജേണി പിള്ളേർ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഒരു ഞാൻ പറഞ്ഞില്ലേ, അറൗണ്ട് 40 കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ ഒരു 20 കിലോമീറ്റേഴ്സൊക്കെ കഴിഞ്ഞോടുകൂടി അവർ പതുക്കെ ഉറങ്ങാനുള്ളൊരു ഇതിലോട്ടായി. നല്ല ഫുഡും കഴിച്ചു, വയറ് നിറഞ്ഞിരിക്കുകയാണ്, കുറേ കളിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ടയേർഡായി അവർ. ഞാനും ഹസ്ബൻഡും കൂടി കുറേ ആനുകാലിക പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രതിഭാസങ്ങളും വഴിയിൽ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടും വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോരായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ട്രാഫിക് കുറവാണ് എന്നുള്ളത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണെന്ന് മനസ്സിലായി. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, നിറയെ കാറുകളും ബൈക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബൈക്ക് ട്രിപ്സ് പോകുന്ന കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബൈക്കിൽ 2 ആൾ വെച്ചിരിക്കുന്നത്, ഇവരൊക്കെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരു 8-10 ബൈക്ക് നിറയെ. അപ്പോൾ 10 ബൈക്ക് എന്ന് പറഞ്ഞാൽ 20 ആളുണ്ട്. ഇവരൊരൊറ്റ ആളും മാസ്കോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉപയോഗിക്കുന്നില്ല. എനിക്കറിയില്ല എന്താണ്, അറിവില്ലാത്തവരൊന്നുമല്ല, അതൊക്കെ കോളേജ് യൂത്താണ്. അപ്പോൾ അവരൊന്നും അങ്ങനെ എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരൊന്നും അല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞു കേട്ടതുപോലെ നമ്മൾ TV ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൊറോണയാണ് എല്ലായിടത്തുനിന്നും നമുക്ക് തോന്നും. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊറോണയെ ഇല്ല എന്ന് തോന്നുന്നു അറിയില്ലേ, ആ സംഭവമാണ് തോന്നിയത്. കൊറോണയോ അതെവിടെ എന്ന് ചോദിക്കാൻ തോന്നുന്ന പോലെയാണ് ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം സണ്ണിങ്ങനെ സൂര്യനിങ്ങനെ അസ്തമിക്കാനായി പോയി അവസാനം കണ്ടാവും ആ ഒരു വലിയ മേഘത്തിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. പിന്നെ അതിൽ നിന്ന് സൂര്യനെ പുറത്തേക്ക് കിട്ടിയില്ല, രാത്രിയായി. അപ്പോൾ ആ മേഘത്തിനകത്തോട്ട് സൂര്യൻ കയറി കഴിഞ്ഞപ്പം എൻ്റെ ചെറിയ മോള് മീൻകുട്ടി പറയായിരുന്നു, സണ്ണിന് ഉറങ്ങാൻ പോവുക, അപ്പോൾ കിടന്നു, എന്നിട്ടൊരു ബ്ലാങ്കറ്റ് എടുത്തിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് നല്ലൊരു ഉപമയായിട്ട് തോന്നി. അങ്ങനെ ഒരു 7 മണിയോട് കൂടി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഒരു കുഞ്ഞ് യാത്രയായിരുന്നു. കാര്യമായിട്ട് എന്താ കണ്ടതെന്ന് ചോദിച്ചാൽ കുറച്ച് ഉറുമ്പുകളെയും കുറച്ച് പാറക്കൂട്ടങ്ങളെ, ഒരു പുഴ, കുറച്ച് പക്ഷികൾ, കുറച്ച് പശു, എരുമ, പട്ടികൾ, ആട്, കുറച്ച് ഉറുമ്പുകൾ, ഇത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ നല്ലൊരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടിയ ഒരു കുഞ്ഞ് യാത്രയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു കുഞ്ഞു പങ്കെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും
ഇതുപോലെയുള്ള പുതിയ പുതിയ വ്ളോഗുകളായിട്ട് ഞാൻ വരും. ബട്ട് ഐ പ്രോമിസ് എല്ലാ പ്രാവശ്യവും റെക്കോർഡ് പ്രസ് ചെയ്യാനായിട്ട് ഞാൻ ഓർമ്മിക്കാം കേട്ടോ. അപ്പോൾ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ. ബൈ.